മാണിക്യമഞ്ജീരരഞ്ജിത ശ്രീപതാംബുജദ്വയേ അദ്വയേ ഗോപ്ലൂതകുചകലശകക്ഷദ്വയ അരുണാരുണിത സൂര്യപുടാഭിധാനപതിധാനമുക്ത മണിപ്രോത കഞ്ചുക വിരാജമാന കോമളതര കൽപ്പവല്ലീ സമാന പാശാങ്കുശ വരാഭയമുദ്രാമുദ്രിത കങ്കണ ജനജനൽക്കാര വിരാജിത ചതുർഭുജേ കൈലാസേ കമനീയ രത്നഖചിതേ കൽപദ്രുമൂലേ സ്ഥിതം കർപ്പൂരസ്ഫടികന്തു സുന്ദരതനം കാത്യായനേ സേവിതം ഗംഗാതുംഗതരംഗരഞ്ജിത ജടാഭാരം കൃപാസാഗരം കണ്ഠാലംകൃത ശേഷഭൂഷണമയം മൃത്യുഞ്ജയം ഭാവയേ. ഓം ഹ്രീം നമഃ ശിവായ. ശിവായ രുദ്രായ ലോകേശായ രോഗഹരായ ദുരിതഹരായ മഹാമൃത്യുഞ്ജയായ തേ നമഃ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഏകാദശ മഹാരുദ്ര മഹായാഗത്തിലെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ രുദ്രം ജപിച്ച് ആ രുദ്രജപത്തിൻ്റെ മഹിമ കൊണ്ട് ഈ അന്തരീക്ഷം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നു. അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചിത്തവും ശുദ്ധീകരിക്കപ്പെടുന്നു. എല്ലാ കർമ്മങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേദത്തിൽ തന്നെ വിവിധ കാണ്ഡങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്, ഉപാസനാകാണ്ഡമുണ്ട്. ഇതിൽ കർമ്മകാണ്ഡവുമായി ബന്ധപ്പെട്ട് കർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള യാഗാദി കർമ്മങ്ങൾ. എന്നാൽ ഈ കർമ്മത്തെ കൊണ്ട് ഈശ്വരനെ കിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിൽ കർമ്മകോട്ടിപി ചിത്തസ്യ ശുദ്ധയേ കർമ്മ ന വസ്തൂപലബ്ധയേ. ശങ്കരാചാര്യര് നമുക്ക് എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ കർമ്മം ചെയ്യാതെ കണ്ടിരിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യുക തന്നെ വേണം. അതെന്തിനാ കർമ്മം ചെയ്യുന്നത്? ചിത്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചിത്തശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള മന്ത്രജപങ്ങൾ, ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ നമ്മൾ വയ്ക്കുന്നത്. അതിൽ എല്ലാ ഭക്തജനങ്ങളും എല്ലാ മാത്സര്യങ്ങളും വിദ്വേഷങ്ങളും ഒഴിവാക്കി നമ്മുടെ അച്ഛനും അമ്മയുമായ പാർവതീ പരമേശ്വരന്മാരുടെ സവിധത്തിൽ വന്നിരുന്ന് ഈ ദേശത്തിൽ മുഴുവനും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി, ദുരിത നിവാരണത്തിനും രോഗമുള്ളവർക്ക് രോഗശമനത്തിനും നമുക്കാർക്കും തന്നെ അപമൃത്യു ഇല്ലാതെ കണ്ടിരിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കണം. നാളെ നമുക്കതിനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് മഹാമൃത്യുഞ്ജയ ഹോമം നാളെ യജ്ഞശാലയിൽ നടത്തുകയാണ്. ആ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പ്രത്യേകമായ ദ്രവ്യങ്ങൾ പ്രത്യേക അളവിൽ മൃത്യുഞ്ജയ മന്ത്രത്തെ കൊണ്ട് ഹോമിക്കുമ്പോൾ മഹാദേവന്റെ സ്വരൂപത്തെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ദേശത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ ദേശത്തിലെ ആർക്കും തന്നെ അപമൃത്യു ഉണ്ടാകരുത് എന്ന സങ്കല്പത്തോടുകൂടി ഇരിക്കണം. പഞ്ചാക്ഷരം ജപിക്കണം. അപമൃത്യു ഉണ്ടാവരുത് ആർക്കും, നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ തന്നെ. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നാളെ സംഭവിക്കുക എന്നൊന്നും പറയാൻ വയ്യ. എപ്പോൾ വേണമെങ്കിലും ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വീണാം. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല. കാരണം എന്താണ്? ഈ ശരീരത്തിൻ്റെയൊക്കെ സ്ഥിതി അതാണ്. കാലത്തൂമുച്ചയ്ക്കും അന്ത്യയ്ക്കും രാവിലും കാലം തൻ വെൺമഴു കയ്യഴാതെ ആയുർദ്രുമൂലത്തിനാഞ്ഞു വെട്ടുന്നുണ്ടായതു ഹൃൽസ്പന്ദ വേദ്യമാർക്കും. കാലത്തും ഉച്ചയ്ക്കും അന്തിക്കും രാവിലും എല്ലാ സമയത്തും കാലൻ മഴുകൊണ്ട് ഈ ശരീരമാകുന്ന വൃക്ഷത്തെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ വീഴുക ഒന്നും പറയാൻ വയ്യ. തൊഴുതോളൂ എല്ലാവരും. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതായ ഈ ശരീരം
കിട്ടിയ സന്ദർഭത്തിൽ ഭഗവാനെ ഭജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതായ മാർഗങ്ങളാണ് മഹാദേവന്റെ തൃപ്പാദത്തെ അഭയം പ്രാപിക്കുക. മൃത്യുവിൻ്റെയും ഈശ്വരനാണ്, കാലകാലനാണ്. ആ മഹാദേവനെ ആശ്രയിച്ച് മാർക്കണ്ഡേയന് അല്പായുസാണ്, പക്ഷേ മഹാദേവന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചു. ആ തലയിലെ രേഖ വരെ മാറ്റിവെച്ചു. ഇതൊക്കെ മഹാദേവനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൃത്യുഞ്ജയനായ ഭഗവാനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പരവൂര് പുതിയടം മഹാദേവ ക്ഷേത്രം, അവിടെ ശോഭനാണം നടക്കാറുണ്ട്. ഹരിദ്വാറിൽ നിന്ന് ഗംഗാതീർത്ഥം കൊണ്ടുവന്ന് എല്ലാ ദിവസവും രുദ്രാഭിഷേകം ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഗംഭീരമായ ശോഭനാണം. അവിടെ മഹാമൃത്യുഞ്ജയ ഹോമം ഏകദേശം 1000-1500 പേര് നടത്തും. ഒരു ദിവസം അതിന് പ്രത്യേകമായിട്ട് മാറ്റിവെക്കും. അവിടെ തൊട്ടപ്പുറത്ത് വലിയൊരു വെടിക്കെട്ട് അപകടം നടന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയടം ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോയി, ആ സ്ഥലത്തിൻ്റെ പേര് ഒന്നുമില്ല, വെടിക്കെട്ട് പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് ഈ പുതിയട മഹാദേവ ക്ഷേത്രം. പുതിയട മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ തന്നെയാണ് പുറ്റിങ്ങലും കമ്മിറ്റിയിലൊക്കെ ഉള്ളത്. ഈ പുതിയട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ള ചെറുപ്പക്കാർ മുഴുവനും പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ അന്ന് വെടിക്കെട്ട് അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവരെ ആർക്കും തന്നെ ഒരാൾക്കും ഒരു വിഷയവും ഉണ്ടായില്ല. ചെറിയ പെരുക്കൊക്കെ 2-3 പേർക്ക് പറ്റിയിട്ടുണ്ട്. മരിച്ചവരൊക്കെ ആരാണെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അവിടുത്തെ വെടിക്കെട്ട് അപകടം. അത്രയും ഒരു ദുരന്തം ഉണ്ടായി. അതിനുശേഷം ശോഭനാണം നടക്കുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്, അവരെല്ലാവരും വിശ്വസിക്കുന്നത് മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഈ മഹാദേവനെ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ടാണ്. എല്ലാവരും ഇവിടെ ദീക്ഷ കെട്ടുന്നത് പോലെ ചെറുപ്പക്കാരും മുഴുവനും ദീക്ഷ കെടുത്ത് മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ മുമ്പിൽ വട്ടം കൂടി എല്ലാവരും ഇരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. എന്താണ്? ഓം ഹ്രീം നമഃ ശിവായ, ശിവായ രുദ്രായ, ലോകേശായ, രോഗഹരായ, ദുരിതഹരായ, മഹാമൃത്യുഞ്ജയായ തേ നമഃ. എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ ദേശത്തിലെ ആർക്കും തന്നെ അപമൃത്യുവില്ലാതെ കണ്ടിരിക്കട്ടെ. രോഗങ്ങൾ അനുഭവിച്ച് ദുരിതമനുഭവിക്കുന്ന ആ രോഗം അനുഭവിക്കുന്നവർക്ക് രോഗനിവാരണം ഉണ്ടാകട്ടെ. ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദുരിത ശമനമുണ്ടാകട്ടെ എന്ന് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായ സന്ദർഭം കൂടിയാണ് മഹാമൃത്യുഞ്ജയ ഹോമം. അതാണ് ഈ സമൂഹ മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇവിടെ മഹാദേവനെ രുദ്രജപത്തെ കൊണ്ട് ആ ചൈതന്യവർദ്ധനവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ആരാധിക്കുവാനും പൂജയിൽ പങ്കെടുക്കാനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇവിടെ. എല്ലാവർക്കും ദ്രവ്യം തരും. ഇവിടെ എങ്ങനെയാണ്? എല്ലാവരെയും കൊണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പൂജ. ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും ഈ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൂജയുടെ ഭാഗവാക്കാവുകയാണ്. നമ്മളും പൂജാരികളാവുകയാണ്. നമ്മളെ കൊണ്ട് പൂജിപ്പിക്കുകയാണ്. എല്ലാവരും ആ ഭാവത്തിലേക്ക് ഉയർന്നു വരണം എന്നതാ സൂചിപ്പിക്കുന്നു. ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രാധാന്യത്തെ ശോഭരാണം വർണ്ണിക്കുന്നുണ്ട് ക്ഷുവ ദധീചി സംവാദത്തിൽ. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ദക്ഷപ്രജാപതിയോട് ദധീചി മഹർഷി മഹാദേവന്റെ മഹിമയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് പറയുന്ന കഥയാണിത്. പണ്ട് ഈ ദധീചി മഹർഷിയും ക്ഷുവനും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അവർ ഒരുമിച്ചിരുന്ന് ഓരോ വിഷയത്തെക്കുറിച്ച് അങ്ങനെ സംവാദം നടത്തും. ഇത്തരത്തിലുള്ള സംവാദം നല്ലതാണ്. അത് ഒരു തൻ്റെ അറിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാവരുത്. പരസ്പരം അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഈ സംവാദങ്ങളുടെയൊക്കെ മുഖ്യമായ ഉദ്ദേശം അതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ TV കാണുന്ന സംവാദങ്ങളൊക്കെ തന്നെ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. ഏകപക്ഷീയമായ പല നിലപാടുകളെയും നമുക്കവിടെ കാണാം.
ആരെങ്കിലുമൊക്കെ മോശമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പലരും ഈ വക വിഷയങ്ങൾ എടുത്തിടുക. ഇവിടെ ചർച്ച നടക്കുന്ന സമയത്ത് ദധീചി മഹർഷി ബ്രാഹ്മണ്യത്തിൻ്റെ മഹിമയെ സൂചിപ്പിച്ചു. ദധീചി പറഞ്ഞു, അല്ല, വർണ്ണികളിൽ മുഖ്യൻ ക്ഷത്രിയനാണ് എന്നും ദധീചി ആകട്ടെ ബ്രാഹ്മണനാണ് വർണ്ണികളിൽ മുമ്പനെന്നും പറഞ്ഞു. വാദം ശക്തമായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഒക്കെ പറഞ്ഞ് പലപ്പോഴും പലരും തന്നെ ഇതൊക്കെ പ്രത്യേകമായ ജാതികളാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് അവർ പറയുന്നത് കേൾക്കാം. ശൂദ്രനെ പാദത്തിൽ നിന്നുണ്ടാക്കി, നിങ്ങളെയൊക്കെ വലിയ കൊമ്പത്തു നിന്നുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. മഹാപൊട്ടന്മാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ മനസ്സിലാവണ്ടേ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജാതിയല്ല, പിന്നെന്താണ്, അത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ നമുക്ക് കാണാം ബ്രാഹ്മണൻ എന്നുള്ള കാര്യത്തിൻ്റെ ഗുണം, ക്ഷത്രിയ ഗുണം, വൈശ്യഗുണം, ശൂദ്രഗുണം. അതായത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ 4 ഭാഗമാണ് ഇവിടെ 4 വർണ്ണമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതായത് ശിരസ് ഇവിടുന്ന് വരെ, ഈ നെഞ്ച് തൊട്ട് ശിരസ് വരെ ബ്രാഹ്മണന്റെ ഗുണം, ബ്രാഹ്മണനാണ് വേണ്ടത്. അത് ബുദ്ധിപരമായ വിഷയമാണ്. മാത്രമല്ല ദയ, കാരുണ്യം, സാഹോദര്യം, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിൽ ആരെങ്കിലും വേദനിക്കുന്ന സമയത്ത് ആ വേദനയെ കാണുന്നവനാരോ അവൻ ബ്രാഹ്മണൻ. സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ വഴി തെറ്റുമ്പോൾ ആ വഴിയെ നേരെയാക്കുന്നവൻ ആരോ അവൻ ബ്രാഹ്മണൻ. അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ഇതൊക്കെ ബ്രാഹ്മണന്റെ ഭാവമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ കേവലം നൂലോ കുറികളിലോ ഒതുങ്ങുന്നതല്ല. അതല്ല ബ്രാഹ്മണൻ. നമ്മളെ പഠിപ്പിക്കുന്നതായി അധ്യാപകന്മാർ ബ്രാഹ്മണന്മാരാണ്, എഞ്ചിനീയർമാർ ബ്രാഹ്മണന്മാരാണ്, ഡോക്ടർമാർ ബ്രാഹ്മണന്മാരാണ്, പുരാണം വായിക്കുന്നവർ ബ്രാഹ്മണന്മാരാണ്. അറിവ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാണ്. അതല്ല, നൈമിഷാരണ്യത്തിൽ സൂതനെ വധിച്ച സമയത്ത് ശമനഘാതികളായിരിക്കുന്ന ഋഷീശ്വരന്മാര് ബ്രഹ്മഹത്യ നടത്തി എന്ന് പറഞ്ഞപ്പോൾ ബലരാമസ്വാമി ചോദിച്ചു, അത് സൂതനല്ലേ, ബ്രാഹ്മണനല്ലല്ലോ? ആര് പറഞ്ഞു? പുരാണം വായിക്കുമ്പോൾ ബ്രാഹ്മണനാണ്. അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ബ്രാഹ്മണ ഗുണമാണ്, അപ്പൊ ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ബുദ്ധിപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ബ്രാഹ്മണനാണ്. എല്ലാവരും ബ്രാഹ്മണരാവാറുണ്ട്. അതുപോലെ തന്നെയാണ് രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു നികുതി അടയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ക്ഷത്രിയ ഗുണമാണ് കാണിക്കുന്നത്. കൃത്യമായിട്ട് നികുതി അടയ്ക്കുക, കൃത്യമായിട്ട് ഗവൺമെന്റുമായി ഗവൺമെന്റ് നിയമങ്ങളെ അംഗീകരിക്കുക. അപ്പോൾ എന്താണ്? ക്ഷത്രിയത്വമായി. നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങണോ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആരായിട്ട് തീരും? വൈശ്യനായിട്ട് തീരും. ഇനി ശൂദ്രൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രാധാന്യം ശൂദ്രനാണ്. കാലടിയിലൊരു ശ്യാംകൃഷ്ണൻ, ഡോക്ടർ ശ്യാംകൃഷ്ണൻ ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഡോക്ടറേറ്റ് തട്ടിപ്പാണ്. എപ്പോൾ നോക്കിയാലും അദ്ദേഹം പറയുന്ന വിഷയം എന്താണ്? ശൂദ്രൻ എവിടെയെങ്കിലും ദാനം കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ബ്രാഹ്മണ മേധാവിത്വമാണ്. പുരാണത്തിൽ എവിടെയെങ്കിലും ശൂദ്രന് ദാനം കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാലത്ത് ശൂദ്രന് ദാനം കൊടുത്ത ശൂദ്രൻ അവൻ്റെ മണ്ട തല്ലി ഉടയ്ക്കും. കാരണം എന്താണ്? ശൂദ്രന് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നമൊന്നും ഇല്ലാത്ത കാലമാണ്. വർണ്ണികളിൽ ബ്രാഹ്മണന് മാത്രമാണ് ധനസമ്പാദനത്തിന് വിധിയില്ലാത്തത്. അവർ പഠിച്ചതായ വിഷയങ്ങളെ മനനം ചെയ്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ ആ അറിവിന് വേണ്ടി മാറ്റിവെക്കണം. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഗുരുകുലത്തിൽ 100 കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആർക്കാ ബ്രാഹ്മണനാവേണ്ടത് എന്ന് ഗുരുനാഥൻ ചോദിക്കുമ്പോൾ 100ൽ 98 പേരും ഞങ്ങൾക്ക് വേണ്ട ബ്രാഹ്മണത്വം. കാരണം എന്താണ്? ബ്രാഹ്മണത്വം വന്നു കഴിഞ്ഞാൽ ഈ പഠിച്ചത് മുഴുവൻ മനനം ചെയ്യണം, അത് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കണം. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് സ്വീകരിക്കാനേ പാടൂ. ദാനമായിട്ട് കിട്ടുമ്പോൾ സ്വീകരിക്കണം. അതുകൊണ്ട് ആ ബൗദ്ധിക സമ്പത്ത് സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ക്ഷത്രിയന്മാരോടും വൈശ്യന്മാരോടും ശൂദ്രന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തിലെ ബാക്കി എല്ലാവരോടും ഈ ബ്രാഹ്മണന്മാരെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് ദാനാദികർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. അപ്പം അവിടെ ഇതൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് പണ്ട് ദരിദ്രനായൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, പണ്ട് ദരിദ്രനായൊരു ശൂദ്രൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ക്ഷത്രിയത്വം എന്ന് പറഞ്ഞ ഗവൺമെന്റ്, അതുപോലെ തന്നെയാണ് സേവന തൽപരന്മാരാണ് ആര്? ശൂദ്രന്മാര്. നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ അതെന്തായി? ശൂദ്രത്വം എന്നുള്ള ഗുണമായി. ഈ 4 ഗുണവും നമ്മളിൽ ഉണ്ടാകണമെന്നും അതില് ബ്രാഹ്മണത്വം മുൻപന്തിയിൽ എത്തണം എന്നതാ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് വിഭവമുണ്ടെങ്കിലും ശരി, എന്ത് സേവനമുണ്ടെങ്കിലും ശരി, എന്ത് കൃഷിയുണ്ടെങ്കിലും ശരി, അതൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്തില്ല എങ്കിലോ ഒക്കെ നാശത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് വർണ്ണികളിൽ മുമ്പനാണ് ബ്രാഹ്മണൻ എന്ന് ദധീചി മഹർഷി ഇവിടെ വാദിച്ചത്. ക്ഷുവൻ സമ്മതിച്ചില്ല. തുടർന്ന് അത് കയ്യാങ്കളിയിലെത്തി ആ ക്ഷുവൻ ദധീചി മഹർഷിയുടെ നട്ടെല്ല് നോക്കി നല്ലൊരു പ്രഹരം കൊടുത്തു. ദധീചി മഹർഷിയുടെ നട്ടെല്ലൊടിഞ്ഞ് മരണത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ദധീചി മഹർഷി ശുക്രാചാര്യരെ വിളിച്ചു. ശുക്രൻ ഉടൻ തന്നെ അവിടെ എത്തി. ദധീചിയുടെ അവസ്ഥ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വിഷമം തോന്നി. ദധീചി മഹർഷി പറഞ്ഞു, ദധീചി മഹർഷിയോട് പറഞ്ഞു, ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം, ജപിച്ചോ. ഇത് ജപിച്ചാൽ മഹാദേവൻ എത്രയും പെട്ടെന്ന് പ്രസാദിക്കും. ആ മഹാദേവൻ അവിടുത്തെ രോഗവും മാറ്റും, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ അങ്ങേക്ക് പൊതുജീവൻ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ മഹാമൃത്യുഞ്ജയ മന്ത്രം ഉപദേശിക്കുക. ആ മഹാമൃത്യുഞ്ജയ മന്ത്രം അങ്ങനെ ജപിച്ച് അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഇതാ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ദധീചി മഹർഷിക്ക് ആയസ് കൊടുത്തു എന്ന് മാത്രമല്ല, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വജ്രാസ്ഥിത്വം, അവധ്യത്വം, അധീനത്വം, ഇങ്ങനെ 3 വരങ്ങള് ചോദിച്ചു. അത്തരത്തിലുള്ള ദധീശ മഹർഷി ആ വജ്രാസ്ഥിത്വം മഹാദേവനിൽ നിന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ലഭിച്ചതായ തൻ്റെ ആരോഗ്യവും ആയുസ്സും സർവ്വതും പിന്നീട് ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ്? വൃത്രാസുര വധത്തിന് വേണ്ടി തൻ്റെ നട്ടെല്ല് സംഭാവന ചെയ്തിട്ടാണ്. ഇവിടെയൊക്കെ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഏതൊരു മന്ത്രത്തെ കൊണ്ടാണോ മഹാദേവനെ ഉപാസിച്ച് നമുക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നത്, ആ ഗുണങ്ങളും ഐശ്വര്യവും ശക്തിയും സമ്പത്തും സർവ്വതും ആർക്ക് വേണ്ടി ഉപയുക്തമാക്കണം? സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കണം. അവിടെയാണ് ജീവിത വിജയം വരുന്നത്. നേരെ തിരിച്ച് നമുക്ക് ഈ അസുരന്മാരുടെ സ്വഭാവമൊക്കെ കാണാം. ഈ മന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണോ, ഭഗവാനിൽ നിന്ന് അനവധി വരം മേടിക്കണോ. ഈ വരം മേടിച്ചിട്ട് ഇവര് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത്? സമൂഹത്തിനെ തിന്മയിലേക്ക് പറഞ്ഞയക്കണം. ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കേണ്ട സുഖങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളണം. യാതൊരു മാനുഷികതയും അവർക്ക്, മാനുഷികതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കണ്ട് അവരുടെ സ്വാർത്ഥപരമായ ജീവിതം. അപ്പൊ നമ്മുടെ തപസ്സുകൊണ്ടും മന്ത്രജപത്തെ കൊണ്ടും നമുക്ക് ലഭിക്കുന്നതായ എല്ലാ ഐശ്വര്യങ്ങളും അതെനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമാവരുത്, സമൂഹത്തിൽ എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഈ പങ്കുവയ്ക്കലാണ് ശരിയായ സനാതന ധർമ്മം. അത് നിരന്തരമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തണം. എല്ലാവരും ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ ഒരു വസുദേവ കുടുംബകം എന്നുള്ള ആ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള എല്ലാ കഥകളും. ഓരോ കഥകളും നമുക്ക് തോന്നും ഇതൊക്കെ പഴയ കഥകളല്ലേ. പുരാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പുരാ അപി നവ ഇതി പുരാണഹ എന്നൊരു പ്രമാണമുണ്ട് എന്ന് പറഞ്ഞാൽ എന്നും പുതിയതായത് എന്തോ അതാണ് പുരാണം. പഴയ കഥകളല്ല. അതിലൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ എല്ലാ സന്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഹൈന്ദവരെ സംബന്ധിച്ച്, ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കാൻ നമുക്കൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? മഹാദേവനെ ആശ്രയിക്കാൻ. മറ്റു മതങ്ങൾക്ക് പലരെയും ആശ്രയിക്കുക എന്നുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. നമുക്കത് വേണ്ട. നമ്മുടെ അറിവ് കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കാൻ നമുക്ക് സാധിക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ അറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല. അറിവ് എവിടെയാണോ ഉള്ളത് നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് നിസാരമായ വിഷയങ്ങളുടെ പിന്നാലെയാണ് ഓടിപ്പോകുന്നത്. അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം. ഈ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും അതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേക്കും അവിടെ അന്നദാനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടാടാകുന്നത്. അവിടെ മണിക്കൂറുകളോളം വെയിലും കൊണ്ട് വരി നിൽക്കുമ്പോൾ പോലും ഈ അറിവിന് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. അവരിലേക്ക് വരുന്നതായ സുഖമാകട്ടെ ദുഃഖമാകട്ടെ എല്ലാം അനുഭവിച്ചങ്ങനെ തീർക്കുകയാണ്. നീറി ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്.
ഇതിനൊക്കെ പരിഹാരം എന്താണ്? ഇതിനൊക്കെ പരിഹാരം നമുക്ക് അറിവുണ്ടാക്കുക എന്നതാണ്. താൽക്കാലികമായി കിട്ടുന്ന സഹായമൊക്കെ താൽക്കാലികമാണ്, പിന്നെയും പ്രശ്നങ്ങൾ വർദ്ധിക്കും. പ്രശ്നങ്ങളെ ശാശ്വതമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗമാണ് അറിവുണ്ടാക്കുക. അറിവാണ് ഏറ്റവും വലിയ ശക്തി. അറിവ് തന്നെയാണ് ഈശ്വരൻ, നശിക്കാത്തതാണ് ഈശ്വരൻ. ആ ഈശ്വരനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതിനെന്ത് ചെയ്യണം? എല്ലാ കുടുംബാംഗങ്ങളും വൈകുന്നേരങ്ങളിൽ ഈ സത്സംഗങ്ങളിൽ പങ്കെടുക്കണം, ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഈ ഈശ്വര കഥകൾ കേൾക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. എല്ലാവരും അപകടകരമായ രീതിയിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ പാശ്ചാത്യപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ലഹരിക്ക് അടിമകളായിട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കുട്ടികൾ. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാതെ കണ്ട് ഇന്ന് അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ അധപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ളവരായി തീരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, നമ്മുടെ കുട്ടികൾ നേരെയാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവരെ കൊണ്ടുവരണം. വരില്ലേ തിരുമേനി വിളിച്ചാൽ? ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. നമ്മൾ കൊണ്ടുവരണം. ഓരോ നാട്ടിലെ സമൂഹത്തിലെ ഈ ഓരോ ദേശത്തിലെ ചെറുപ്പക്കാരൊക്കെ എന്തിനു വേണ്ടി നിലകൊള്ളണം? ഇതിനു വേണ്ടി നിലകൊള്ളണം. രാജ്യത്തെ നശിപ്പിക്കുന്നതും സമൂഹത്തെ നശിപ്പിക്കുന്നതുമായ ഇത്തരത്തിലുള്ള മയക്കമരുന്നുകൾക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാത്തതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പം ഇവിടെ തന്നെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ മതി, എവിടെയാ കഞ്ചാവ് കിട്ടുക എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട് തിരുമേനി, സ്ഥലമൊക്കെ നമുക്കറിയാം, ആളെ അറിയാം. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ദേശദ്രോഹികളാണ് ഇവര്. നോക്കൂ, മയക്കമരുന്ന് കൊടുത്ത് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നതായ വ്യക്തികൾ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളാണ്. ഈ രാജ്യദ്രോഹികളെ ഒറ്റപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്തത്? ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പേർക്ക് പ്രശ്നം വരും. അതുകൊണ്ടാണ് ചിലവർ മൈക്ക് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ ഇവിടെ അടുത്ത സംഘടന തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേട്ടു. വ്യക്തിയെ എനിക്ക് നന്നായിട്ടറിയാം. അവരെ അത്തരത്തിലുള്ള അപകടകരകാരികളായ വ്യക്തികളെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എവിടെയാണോ സത്സംഗം നടക്കുന്നത്, എവിടെയാണോ ഇത്തരത്തിലുള്ള ഈശ്വരീയമായ കാര്യങ്ങൾ നടക്കുന്നത്, അത് തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വരിക. യഥാർത്ഥത്തില് ഈ മഹാദേവ കഥകളെ കേൾപ്പിക്കാതെ കണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ കുടുംബവും വംശവും ഒക്കെ തന്നെ നോക്കൂ, ശിവകോപത്തെ കൊണ്ട് നശിച്ചു വെണ്ണീറാവും. പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്കിത് പറയാൻ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമുക്കറിയാം. ഈ വ്യക്തിയോ, ഈ ഒരൊറ്റ വ്യക്തി കാണിച്ചു കൂട്ടുന്നതായ വിഷയങ്ങളുടെ ഫലമായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾ ആലോചിച്ച് നോക്കും. ഒരിക്കലും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, തിരുമേനി ആ കഥ കേട്ടങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പോലീസുകാർ വന്നു. ഈ പോലീസുകാരെ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയമാണ്. ആരെങ്കിലും പരാതി കൊടുത്താൽ മൈക്ക് ഓഫ് ചെയ്യാൻ പറയലല്ല പോലീസുകാർ ചെയ്യേണ്ടത്. ആ ഭാഗത്ത് ഏതെങ്കിലും വീട്ടുകാരുടെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നടപടിയെടുക്കാം. ഇവിടെ സമൂഹത്തിലെ ആർക്കും തന്നെ പരാതിയില്ല. ഈ പരാതി കൊടുക്കാനായിട്ട് ഒരു പരാതി സംഘടന ഉണ്ടാക്കി അവർ പരാതി കൊടുക്കുമ്പോൾ നടപടിയെടുക്കുന്നതായ പോലീസുകാരുടെ നിലപാടാണ് തെറ്റ്. എവിടെയാണ് നമ്മളെ രക്ഷിക്കേണ്ടവര്, നമുക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരുടെയൊക്കെ രീതികൾ ആലോചിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതാണ് ഈ കാലത്തിൻ്റെ ഒരു വിഷയം. സജ്ജനങ്ങളായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊന്നേ ഉള്ളൂ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, സമൂഹത്തിൽ വേദനിക്കുന്നവരും തെറ്റുപറ്റുന്നവരും ഇഷ്ടം പോലെയുണ്ട്. തെറ്റുപറ്റിയവരെ അകറ്റി നിർത്തുകയല്ല വേണ്ടത്, ആ തെറ്റിനെ പുറത്ത് അവരെ നമ്മോട് ചേർത്തി നിർത്തണം. അതാണ് മഹാദേവൻ പഠിപ്പിക്കുന്നതായ പാഠങ്ങൾ. മഹാദേവൻ നമുക്ക് പറഞ്ഞു തരുന്നതായ ഉപദേശങ്ങളും അതാണ്. അപരാധികളോട് പൊറുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പൂജ. അത് നമുക്ക് സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള മഹാ സത്സംഗത്തിൻ്റെയും മഹായജ്ഞത്തിൻ്റെയും ഒക്കെ
ഏറ്റവും മൂല്യമായ വിഷയങ്ങൾ ഈ സന്ദേശങ്ങളെയാണ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ മന്ത്രങ്ങളെയും പരിശോധിച്ചാൽ നമുക്ക് കാണാം, എല്ലാവർക്കും സുഖമാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരും പൂർണ്ണതയിലെത്തട്ടെ എന്ന ഒരു സമത്വം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇനിയും ഉണ്ടാകട്ടെ എന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികളെയും എല്ലാവരെയും പരമാവധി ഇത്തരത്തിലുള്ള സത്സംഗത്തിലേക്ക് എത്തിക്കുക. നമ്മളെല്ലാവരും മഹാദേവനെ സംബന്ധിച്ച്, മഹാദേവനോട് നമുക്ക് ആർക്കും വിരോധമില്ല. മഹാദേവന്റെ കീഴിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള മഹായജ്ഞങ്ങൾ ധാരാളം നടക്കട്ടെ. അതൊക്കെ തന്നെ സമൂഹത്തെയും വ്യക്തികളെയും സർവരെയും ശുദ്ധീകരിക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ മഹാമൃത്യുഞ്ജയ ഹോമം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അപമൃത്യുവില്ലാതെ കണ്ടിരിക്കാൻ വേണ്ടി, ദേശത്തിലെ ആർക്കും അപമൃത്യുവില്ലാതെ കണ്ടിരിക്കാൻ വേണ്ടി, രോഗമുള്ളവർക്ക് രോഗശമനത്തിനും ദുരിത നിവാരണത്തിനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനുള്ള റെസീറ്റുകൾ കൗണ്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കും.